ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദൻ. ഭാഗം 1580. ഇന്ന് ഏപ്രിൽ മാസം 28 ഈ ആണ്ടിലെ 119 ദിവസത്തിലെത്തി. യേശുവിന്റെ മുമ്പാകെ കുറേയധികം അവകാശവാദങ്ങളുമായെത്തിയ യേശുവിന്റെ ഭക്തരെയോ ശിഷ്യന്മാരെയോ അത്തരം ആളുകളുടെ ഒരു കൂട്ടത്തെ നമ്മൾ പരിചയപ്പെടണം. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 22-ാമത്തെ തിരുവചന ഭാഗത്ത് എത്തുമ്പോൾ പരിചയപ്പെടണ്ട, അത് തിരിച്ചറിഞ്ഞാൽ മതി. ആൾക്കൂട്ടത്തില് ഒരാൾ നമ്മളാണ്. നമ്മളിങ്ങനെ ചെയ്തതെല്ലാം യേശുവിന് വേണ്ടിയാണെന്ന്, യേശുവിന്റെ നാമത്തിലാണെന്ന്, യേശു വിശ്വാസത്തിലാണെന്ന്, യേശുവിന് വേണ്ടിയാണെന്നൊക്കെയാണ് പറഞ്ഞു പോകുന്നത്. അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മൾ എന്തുമാത്രം നമ്മളെ പ്രതിഷ്ഠിക്കുന്നുണ്ട്. ഒന്നും ചെയ്യാനാവാത്ത ആളുകൾക്കപ്പോ ഈ ഭൂമിയിൽ യാതൊരുവിധ യേശു ബന്ധത്തിനും സാധ്യതയില്ലേ, അർഹതയില്ലേ, അവകാശമില്ലേ. ഇങ്ങനെ പ്രവചിക്കാനായിട്ട് വരം കിട്ടുന്നവരും, ഭൂതങ്ങളെ പുറത്താക്കാനായിട്ട് ശേഷി കണ്ടെത്തുന്നവരും, അനേക വീര്യപ്രവൃത്തികളെ ചെയ്യാനായിട്ട് വരങ്ങൾ വാങ്ങിച്ചെടുക്കുന്നവരും മാത്രമാണോ ഭൂമിയിൽ യേശു ബന്ധമുള്ളവര്, യേശു അടുപ്പമുള്ളവര്? അല്ലാത്തവരോ? ഒന്നിനും മേലാത്ത മനുഷ്യരുമില്ലേ? അവരുടെ പ്രായം കൊണ്ട്, അവരുടെ ആരോഗ്യക്കുറവ് കൊണ്ട് ഒന്നിലും ഇടപെടാൻ പറ്റാത്ത മനുഷ്യരുമില്ലേ? നമ്മൾ എന്നു മുതലാണ് ഈ ചെയ്യുന്ന കാര്യങ്ങളിൽ ഇത്രത്തോളം നമ്മൾ അതിനെ പർവ്വതീകരിക്കാൻ തുടങ്ങിയത്? ചെയ്യുന്ന കാര്യങ്ങളൊന്നും നിസ്സാരമല്ല കേട്ടോ. ഒരു സാധാരണ വീട്ടുകാരനെ എടുത്താല് അവൻ അവന്റെ മാതാപിതാക്കളെ പറ്റാവുന്ന പോലെ പരിചരിക്കുന്നു. അവന്റെ ജീവിത പങ്കാളി, ദൈവം ദാനമായി നൽകിയ മക്കള്, അങ്ങനെ അവന്റെ കുടുംബത്തെ നോക്കുന്നു എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യം തന്നെയാണ്. പക്ഷെ അതിനകത്ത് നമ്മള് അളവിനപ്പുറത്ത് എന്താ പറയുക, ആഹ്ലാദിക്കുന്നുണ്ടോ, അഹങ്കരിക്കുന്നുണ്ടോ? അവനവന്റെ കഴിവിന്റെ, പ്രാപ്തിയുടെ, അധ്വാനത്തിന്റെ, സാമർഥ്യത്തിന്റെ ഒക്കെ ഫലമായിട്ട് എണ്ണുന്നുണ്ടോ? അവിടം തൊട്ട് നമുക്ക് തെറ്റിത്തുടങ്ങുന്നുണ്ട്. എല്ലാം ദൈവത്തിന്റെ ഒരു ദാനവും ഔദാര്യവും ആണെന്ന് എപ്പോഴാണ് നമ്മൾ തിരിച്ചറിയുക? അത് തിരിച്ചറിയാതെ പോകുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അന്ധരായി മാറുന്നത്. എന്തായാലും ഇവിടെ നമ്മൾ പരിചയപ്പെട്ട ഈ മനുഷ്യ കൂട്ടങ്ങൾ എന്തുമാത്രം യേശു ബന്ധമുള്ളവരാ? ഒറ്റ നോട്ടത്തില്, എല്ലാ നോട്ടത്തിലും യേശു ബന്ധമുള്ളവരാ. പല ആവർത്തി നോക്കിയാലും മറിച്ചൊന്നും കാണാനോ തോന്നാനോ ഇല്ല. എന്നാല് അവരോടുള്ള യേശുവിന്റെ സമീപനം എന്തായിരുന്നു? എന്തായാലും അവർക്ക് യേശുവിനോടുള്ള സമീപനം എന്താണ്? അതിങ്ങനെ അവനവനിലുള്ള അമിതമായ വിശ്വാസവും ആശ്രയവും ഒക്കെയാണ്. അങ്ങനെയാണോ ഞാനും? ഒന്ന് കണ്ടെത്തണം. ആമേൻ.